മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കോളേജ് സർവകലാശാല ക്യാമ്പസുകളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ഈ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ബഹുമാന്യനായ കേരളത്തിലെ ഗവർണർ ചില നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പൊതുസമൂഹം വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. മുൻപൊരിക്കലും ഇതുപോലെയുള്ള ഒരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതിന് കാരണമായി പറയുന്നത് മുൻപൊരിക്കലും ഇത്രയേറെ മയക്കുമരുന്നിൻ്റെ വിളയാട്ടം കേരളത്തിലെ സർവകലാശാല കോളേജ് ക്യാമ്പസുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കാണേണ്ട മറ്റൊരു കാര്യം, ഗവർണർക്ക് ഇടപെടാൻ സാഹചര്യമുണ്ടായത് എന്തുകൊണ്ടാണ് എന്നാലോചിക്കാതെ പോകരുത്. യഥാർത്ഥത്തിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ വേണ്ട തരത്തിലുള്ള നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗവർണർക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വരുമായിരുന്നില്ല. ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായി സംസ്ഥാനത്ത് ഒരു മേൽനോട്ടം വഹിക്കുന്ന ഉന്നത സ്ഥാനീയൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അദ്ദേഹത്തിന് ഈ സർവകലാശാലകളുടെ ചാൻസലർ എന്ന പദവി ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് ഭരണഘടനയും കേരളത്തിലെ നിയമങ്ങളും അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇടപെടാൻ ആരംഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം അതിനെ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചാൻസലർ കേരളത്തിലെ സർവകലാശാലകളുടെ ചുമതലയിലിരിക്കുന്ന എല്ലാ വൈസ് ചാൻസലർമാരെയും അദ്ദേഹം രാജ്ഭവനിൽ വിളിച്ചു ചേർത്ത് ഈ ഭീകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ നിന്ന് സർവകലാശാലകളെയും കോളേജുകളെയും വിമുക്തമാക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരോടൊപ്പം തന്നെ അദ്ദേഹം വളരെ കർശനമായ ഭാഷയിൽ കേരളത്തിൻ്റെ പോലീസ് മേധാവിയോട് ഇത് സംബന്ധിച്ച് നാളിതുവരെ നടത്തിയ അന്വേഷണങ്ങളുടെയും എടുത്ത നടപടികളുടെയും റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അറിയുന്നത് ബഹുമാനപ്പെട്ട ഗവർണർ താമസിയാതെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ക്ഷണിക്കും എന്നാണ്. അപ്പോൾ ഒരു സമഗ്രമായ ഇടപെടലുകളിലൂടെ എന്തു വന്നാലും ഈ വലിയ ഒരു ഭയാനകമായ സാഹചര്യത്തിൽ നിന്ന് സർവകലാശാലകളെ രക്ഷിച്ചേ മതിയാവുകയുള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്വമാണ് ഇതിൻ്റെ പിന്നിലൊക്കെയും ഉള്ളത് എന്നത് അത്യന്തം പ്രശംസിക്കേണ്ടതാണ്, സ്വാഗതം ചെയ്യേണ്ടതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ സർവകലാശാലകളുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലർമാർ അവരുടെ ശീതീകരിച്ച മുറികളിൽ ഇരുന്നുകൊണ്ട് കടലാസുകളിലൂടെ ഉത്തരവുകൾ പുറപ്പെടുവിച്ചാൽ അവസാനിക്കുന്നതല്ല ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തം. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് ഖണ്ഡിതമായി പറയാൻ സാധിക്കും, ഇതിലേറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയുന്നത് സർവകലാശാല വകുപ്പുകളിലാണെങ്കിൽ അവിടുത്തെ വകുപ്പ് അധ്യക്ഷന്മാരും കോളേജുകളിലാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പലും അധ്യാപകരും ആണ് എന്ന് തന്നെയാണ്. കാരണം വിദ്യാർത്ഥികളുമായി എല്ലാ സമയവും ഇടപഴകുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. തൻ്റെ കോളേജിൽ വരുന്ന, തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന വിദ്യാർത്ഥികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഈ അധ്യാപകർക്കുണ്ട്, വകുപ്പ് അധ്യക്ഷന്മാർക്കുണ്ട്, കോളേജിൻ്റെ മേലധികാരികൾക്കുണ്ട്. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, ഇന്ന് അതൊന്നും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. വളരെ പാരമ്പര്യമുള്ള കോളേജുകളിൽ പോലും ഈ തരത്തിൽ
ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതിനായി ഫലകരമായിട്ടുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരോ വകുപ്പ് മേധാവികളോ അധ്യാപകരോ ചെയ്യുന്നില്ല എന്ന ഒരു വലിയ ദുഃഖകരമായ അവസ്ഥയുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന വിദ്യാർത്ഥികൾ രണ്ട് തരക്കാരാണ്. ഒന്ന്, ഇതിൻ്റെ വ്യാപാര കണ്ണികളായി ഏർപ്പെട്ടിരിക്കുന്ന, വ്യാപാരത്തിന് ഇതിൻ്റെ വലിയ ശൃംഖലയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്ന പുഷേഴ്സ് ആൻഡ് കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ. മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. ഈ രണ്ട് തരത്തിലുള്ള ആളുകളും വളരെ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ സർവകലാശാല കോളേജ് ക്യാമ്പസുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ വളരെയേറെ സ്വാധീനമുള്ളവരാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്, സാമ്പത്തിക സ്വാധീനമുള്ളവരാണ് എന്ന കാര്യവും നാം കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ അവരുടെ ഉപകരണങ്ങളായി മാറ്റുമ്പോൾ പരമപ്രധാനമായി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തം ഇവരെ ഉപകരണങ്ങളാക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിലെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും ഫലകരമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻ തോക്കുകളെയും തിമിംഗലങ്ങളെയും സ്രാവുകളെയും ഒക്കെ കണ്ടെത്താനായി സാധിക്കും. അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ കലാലയങ്ങളിലും സർവകലാശാല വകുപ്പുകളിലുമൊക്കെ അധ്യാപകരും വകുപ്പ് അധ്യക്ഷന്മാരും പ്രിൻസിപ്പൽമാരും ജാഗ്രതയോടുകൂടെ പ്രവർത്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ അവരെ കർശനമായും വിളിച്ച് വരുത്തി അവരുടെ രക്ഷിതാക്കളെ അറിയിച്ച് ആവശ്യമായിട്ടുള്ള കൗൺസലിങ്ങിന് വിധേയമാക്കണം. അടിയന്തരമായി ചെയ്യേണ്ട ഒന്നാമത്തെ നടപടിയാണ്. അല്ലാതെ ഏതെങ്കിലും വിദ്യാർത്ഥി ഇത് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ അവനെ പുറത്താക്കുക എന്നതല്ല ചെയ്യേണ്ടത്. അവനെ യഥാർത്ഥത്തിൽ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള അധ്യാപകർ, അതുപോലെ തന്നെ ആ വകുപ്പിൻ്റെ അധ്യക്ഷന്മാർ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഏതെങ്കിലും കുട്ടികളെ ഇത് ഉപയോഗിക്കുന്നതായി കണ്ടാൽ അവരെ വിളിച്ചു ചേർത്ത് അവരുടെ രക്ഷിതാക്കളെ കാര്യങ്ങൾ അറിയിച്ച് അവരുടെ ഇടപെടലിലൂടെ നടത്തി ഒരു പരിഹാരം കണ്ടെത്താനായി ആണ് ശ്രമിക്കേണ്ടത്. രണ്ടാമത്, ഇത് കാരിയേഴ്സായും പുഷേഴ്സായും പ്രവർത്തിക്കുന്നവരെ നിർബന്ധമായും ശക്തമായ നടപടികളെടുത്ത് കോളേജുകളിൽ നിന്ന് പുറത്താക്കണം. പുറത്താക്കുക മാത്രമല്ല, അവരുടെ മേൽ നടപടികൾ സ്വീകരിക്കാനായിട്ടുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. പോലീസിനെ അറിയിക്കണമെങ്കിൽ പോലീസിനെ അറിയിക്കണം, എക്സൈസ് വകുപ്പിനെ അറിയിക്കണമെങ്കിൽ അവരെ അറിയിക്കണം. ഒരു കാരണവശാലും അവരെ കോളേജിൽ വെച്ച് പുലർത്താനായി പാടില്ല. അതിനാവശ്യമായിട്ടുള്ള ആർജവവും തൻ്റെടവും കാണിക്കാൻ അധ്യാപകരും വകുപ്പ് അധ്യക്ഷന്മാരും പ്രിൻസിപ്പൽമാരായും തയ്യാറായി മുന്നോട്ട് വരണം. കേരളത്തിൻ്റെ ഒരു ദുസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിടിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും പ്രബലമായ ഭരണകക്ഷി അനുഭാവമുള്ള വിദ്യാർത്ഥി സംഘടനയുടെ അംഗങ്ങളാണെങ്കിൽ അവരുടെ മുൻപിൽ കണ്ണടച്ചു നിൽക്കുന്ന രാഷ്ട്രീയ വിധേയത്വമുള്ള ചില അധ്യാപകരുമുണ്ട് ഇന്ന് ഈ സമൂഹത്തിൽ എന്ന് നാം കാണേണ്ടതായിരിക്കുന്നു. അപ്പോൾ അവർ ഇതിനെ കണ്ണടച്ചു കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. പ്രിൻസിപ്പലന്മാരും വകുപ്പ് അധ്യക്ഷന്മാരും സൗകര്യപൂർവ്വം ഇക്കാര്യങ്ങളിൽ മൗനം പാലിച്ച് മാറി നിൽക്കുന്ന ഒരു ദുസ്ഥിതിയും ഇന്ന് കേരളത്തിലുണ്ട്. അത് ഉടനടി അവസാനിപ്പിക്കണം. ആർജവത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും വകുപ്പ് അധ്യക്ഷന്മാർക്കും ഈ കാര്യത്തിൽ ഇടപെടാനുള്ള വേണ്ട അധികാരവും സംരക്ഷണവും സർക്കാരും അതുപോലെ തന്നെ സർവകലാശാല വൈസ് ചാൻസലറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നൽകണം. ഏതെങ്കിലും വിദ്യാർത്ഥിയെ കുറ്റകൃത്യത്തിന് പിടിച്ചാൽ തക്കതായ നടപടികൾ എടുക്കുമ്പോൾ എടുക്കുന്ന അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും വൈസ് ചാൻസലർമാരെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. അതല്ലാതെ തങ്ങളുടെ കക്ഷിയിൽപ്പെട്ട ആളുകളാണ് അധ്യാപകർ, അല്ലെങ്കിൽ തങ്ങളുടെ കക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരാണ് വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ അവരെ സംരക്ഷിക്കാനായി രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ശ്രമിക്കാൻ ഒരു കാരണവശാലും പാടില്ല. കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകണം.
ഏതെങ്കിലും അധ്യാപകർ അതിൽ മൗനം പാലിക്കുന്നു എന്ന് കണ്ടാൽ അവർക്കെതിരായി നടപടിയെടുക്കണം. അതുപോലെ തന്നെ നല്ല ശക്തമായ ബോധവൽക്കരണവും കൗൺസിലിങ്ങും പരമപ്രധാനമായ വിഷയങ്ങളായി എല്ലാ കോളേജ് ക്യാമ്പസുകളിലും പ്രാബല്യത്തിൽ വരുത്തണം. കൂട്ടത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ പൂർണ്ണമാക്കാമെന്ന് വിചാരിക്കുന്നു. അതായത് ഹോസ്റ്റലുകളുടെ നിയന്ത്രണം. വളരെ സങ്കടകരമാണ് ഇപ്പോൾ കോളേജുകളിലെ ഹോസ്റ്റലുകളും സർവകലാശാല ക്യാമ്പസിലെ ഹോസ്റ്റലുകളും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഒരു പൂർണ്ണ സമയ അധികാരമുള്ള വാർഡന്മാർ ആരും തന്നെ റെസിഡൻഷ്യൽ വാർഡന്മാരായി പ്രവർത്തിക്കുന്നില്ല. രാത്രി കാലങ്ങളിൽ ഈ ഹോസ്റ്റലുകൾ അനാഥമാണ്, സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്, മദ്യവും മയക്കുമരുന്നും ധാരാളം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. ഈ ഹോസ്റ്റലുകളിൽ നിർബന്ധമായി പൂർണ്ണ സമയ റെസിഡൻഷ്യൽ വാർഡന്മാരെയും അദ്ദേഹത്തെ സഹായിക്കാൻ 1-2 അസിസ്റ്റന്റ് വാർഡന്മാരെയും നിയമിക്കാൻ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ഹോസ്റ്റലുകളിലും അധികാരമുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ 1-2 ഉണ്ടായിരിക്കണം. രാത്രി 10 മണിക്ക് ശേഷം ഹോസ്റ്റലുകളിൽ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ മിന്നൽ പരിശോധന നടത്തി മുറികളിൽ അനധികൃതമായി ആരെങ്കിലും വന്നു പോകുന്നുണ്ടോ, താമസിക്കുന്നുണ്ടോ, അവിടുത്തെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുകയാണോ എന്ന് പരിശോധിക്കാൻ ഉള്ള തൻ്റെ ഇടവും ആർജവവും ഈ വാർഡന്മാർ കാണിക്കണം. അവർക്കും ആവശ്യമായ സംരക്ഷണം ഭരണകൂടം നൽകണം. എങ്കിൽ മാത്രമേ ഇതൊരു പരിധിയെങ്കിലും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രാത്രികാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ നീക്കങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഒരു കാലത്ത് ശ്രമിച്ചപ്പോൾ അതിനെ പരാജയപ്പെടുത്താൻ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളാണ് മുന്നിട്ട് വന്നത്. കൂട്ടത്തിൽ സങ്കടകരമെന്ന് പറയട്ടെ, ചില വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുടെ ഭാഗം ചേർന്നുകൊണ്ട് അവരെ യഥേഷ്ടം രാത്രി സമയങ്ങളിൽ ലൈബ്രറി പോവുക എന്ന മട്ടിൽ ലൈബ്രറി പോകുന്നതിനും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ചില സമയങ്ങളിൽ രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ സമീപത്തുള്ള ക്യാമ്പസിന് പുറത്തുള്ള തട്ടുകടകളിലൊക്കെ പോകുന്നതിനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായി നടപടികൾ എടുക്കാൻ അധികാരികൾ ശ്രമിച്ചപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണ രക്ഷിതാക്കളിൽ നിന്നും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ള പശ്ചാത്തലം കൂടെ നമ്മൾ കാണണം. അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ സമൂഹമാകമാനം ഈ വലിയ ദുര്യോഗത്തിനെതിരായി ഉണർന്ന് പ്രവർത്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. അധികാരികൾ മാത്രം ഇതിനകത്ത് ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇടപെട്ട് അധ്യാപകർക്ക് വളരെ നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. അതുപോലെ തന്നെ വകുപ്പ് അധ്യക്ഷന്മാർക്കും സ്ഥാപനങ്ങളുടെ മേലധികാരികൾക്കുമുണ്ട്. അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കാൻ ധാർമ്മികമായി രക്ഷകർത്താക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. തങ്ങളുടെ കുട്ടികൾ ഈ നിലയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ നിസ്സംഗരായിരിക്കാൻ ഒരു രക്ഷകർത്താവും തയ്യാറാകരുത്. വിദ്യാർത്ഥികളുടെ മേൽ നടപടികൾ എടുക്കുമ്പോൾ നടപടികൾ എടുത്തവരെ പ്രതിക്കൂട്ടിലാക്കാതെ യഥാർത്ഥ സംരക്ഷണം അവർക്ക് കൊടുത്ത് കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. കൗൺസിലിംഗ് ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. എന്നാൽ ഇത് ക്രിമിനൽ കുറ്റമായി കൊണ്ടു നടക്കുന്ന ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കണം. പുഷേഴ്സിനെയും ക്യാരിയേഴ്സിനെയും ശക്തമായി നടപടികളെടുത്ത് പുറത്താക്കണം. ഇതിന് ഉപഭോക്താക്കളായിട്ടുള്ള കുട്ടികളെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശാസ്ത്രീയമായി അവരെ കൗൺസിലിംഗ് നടത്താനുള്ള ഒരു സ്ഥിരം സംവിധാനം എല്ലാ സർവകലാശാല വകുപ്പുകളിലും കലാലയങ്ങളിലും ഉണ്ടാകേണ്ട കാലവും അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചാൻസലർ, ഗവർണർ ഈ കാര്യത്തിൽ ഇടപെട്ടത് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു കോൺഫറൻസാണ് വിളിച്ചു കൂട്ടിയത്. എന്നാൽ അതിന്മേൽ തുടർ നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൽ പൂർണ്ണസമയ വൈസ് ചാൻസലർമാരുടെ അസാന്നിധ്യമുണ്ട്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. പൂർണ്ണ അധികാരങ്ങളുള്ള വൈസ് ചാൻസലർമാരെ അടിയന്തരമായി സർവകലാശാലകൾ നിയമിക്കാനും കൂടെ ബഹുമാനപ്പെട്ട ചാൻസലർ തയ്യാറാകണം. അതുപോലെ തന്നെ ഭരണകക്ഷി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളോ അധ്യാപകരോ ആണ് എങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഭരണകൂടം യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. സത്യസന്ധമായി നിഷ്പക്ഷമായി കൂട്ടായ നടപടികളിലൂടെ ഈ വലിയ മാരകമായിട്ടുള്ള
സാഹചര്യത്തിൽ നിന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ക്യാമ്പസുകളെ മോചിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെയും സമയത്തിൻ്റെയും അനിവാര്യതയാണ് എന്നുള്ളതാണ് നാം എല്ലാവരും ഇപ്പോൾ കാണേണ്ടത്.